നോക്കൌട്ട് മത്സരത്തിൽ ഒഡീഷയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുകയാണ്. 1-നെതിരെ 2 ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മത്സരത്തിൽ ആദ്യം ഗോൾ നേടിയത് ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു. ഫെഡോറിലൂടെ 82-ാം മിനിറ്റിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഒഡീഷ FC ഇരട്ട ഗോളുകൾ നേടുകയും മത്സരം പിടിച്ചടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പരിക്ക് മാറി തിരിച്ചെത്തിയ ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ അഡ്രിയ ലൂണ ഇന്നത്തെ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചെറിയ രീതിയിലുള്ള ഇമ്പാക്ട് നമുക്ക് മത്സരത്തിൽ കാണുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് സ്കോർ ലൈനിൽ വ്യത്യാസമൊന്നും കൊണ്ടുവരാനായിട്ട് മത്സരത്തിൽ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് അത്യാവശ്യം ഫൈറ്റ് ഒഡീഷയ്ക്ക് നൽകുന്നത് നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നല്ലൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും സെറ്റിലേക്ക് വരുമ്പോൾ അത് ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് അത്രയും മികച്ച രീതിയിലായിരുന്നു ഫസ്റ്റ് ഹാഫിലാണെങ്കിലും സെക്കൻഡ് ഹാഫിലാണെങ്കിലും ഓവറോൾ മാച്ചിലും ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് നിന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെ എതിരെ സ്കോർ ചെയ്ത 2 ഗോളുകളും അത് ഡിഫൻസിനെ കംപ്ലീറ്റ്ലി ബീറ്റ് ചെയ്തിട്ടാണെന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഐസക് റാൾട്ടയിലൂടെയും അതുപോലെ തന്നെ ഡിഗോ മോർഷയിലൂടെയാണ് അവർ ഗോളുകൾ കണ്ടെത്തിയത്. ഈ 2 ഗോളുകളും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിനെ മുഴുവൻ കീറി മുറിച്ചുകൊണ്ട് തന്നെയായിരുന്നു. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2023-24 ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിന്റെ അവസാനം സംഭവിച്ചിരിക്കുകയാണ്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നിന്ന് ഔട്ടായിരിക്കുന്നു. ഇനി ഒഡീഷ FC മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ സെമി ഫൈനൽ ആദ്യ ലെഗിൽ ഇനി നേരിടും. കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായിട്ട് വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.